ഷോറൂമിൽ ഏകദേശം ഒരു 10-250 വണ്ടികളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 300-400 വണ്ടികളുള്ള ഒരു ഗ്യാരേജ് ആണ് വരുന്നത് അല്ലേ? അതെ. അടുത്ത എക്സ്പ്രസുകൾ കുറച്ച് നിരന്നിരിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തെ എക്സ്പ്രസ് തന്നെ നമുക്ക് വില കുറവാണ് അല്ലേ? അതെ, ഇത് വളരെ വില കുറഞ്ഞ വണ്ടിയാണ്. എത്ര വില വരുന്നത്? ജസ്റ്റ് 5000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഒരു 5000 കിലോമീറ്ററോടെ ഈ മോൺസ്റ്ററിന്റെ വില എത്ര വരാം? 28 രൂപ. 28,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ 12,000 സിംഗിൾ ഓണർ ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണ്. 7000 കിലോമീറ്റർ 1014 കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലേറ്റസ്റ്റ് മോഡലാണ്. 6000 കിലോമീറ്റർ മാത്രമേ കിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതാകുമ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് തിരക്കുന്ന BS4 ഡ്യൂക്ക് 250 ആണ്. വെറും 14,000 കിലോമീറ്റർ മാത്രം വണ്ടിയാണ്. അടുത്ത് എടുക്കാൻ സാധനം ടൂട്ടണിരിക്കണ്ടല്ലോ. 2025 ലേറ്റസ്റ്റ് മോഡൽ വണ്ടി. വെറും 5000 കിലോമീറ്റർ മാത്രമേ കിട്ടുള്ളൂ. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് എടുക്കുന്നു അതുപോലെ കൊണ്ടുപോകാം. ഷോറൂം വണ്ടിയാണ്. ഇതാകുമ്പോൾ ലേറ്റസ്റ്റ് 2025 മോഡൽ ജസ്റ്റ് 300 സംതിങ് കിലോമീറ്റർ മാത്രമേ കിട്ടുള്ളൂ. 100 കിലോമീറ്റർ മാത്രമേ കിട്ടുള്ളൂ വണ്ടി. 2023 V3 അല്ലേ? അതെ. സിംഗിൾ ഓണർ 12,000 കിലോമീറ്റർ അല്ലേ? 12,000 കിലോമീറ്റർ. അത് രണ്ട് മോൺസ്റ്റർ ആണോ? രണ്ട് മോൺസ്റ്റർ ആണ്. അത്യാവശ്യം മൈലേജ് വണ്ടി നോക്കുന്നവരൊക്കെ ഏകദേശം ഒരു 60, 65, 70 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അല്ലേ? ഈ വണ്ടിയിൽ നമുക്ക് കുറഞ്ഞ വണ്ടി നിന്നുള്ളത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലുള്ളത്. എറണാകുളം ജില്ലയിൽ എവിടെയുള്ളത്? എടപ്പള്ളി ടോളില്. ഷോറൂമിന്റെ പേര് KL7 ഗാരേജ് എന്നാണ്. നമുക്ക് 2 ഷോറൂം ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ഷോറൂം ആണ്. അപ്പോൾ ഈ ഷോറൂമിന്റെ റിനോവേഷനും കാര്യങ്ങളും ചെയ്ത് അടിപ്പനാക്കിയിട്ടുണ്ട് അല്ലേ? അതിനുശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ഇന്ന് ഏകദേശം എത്ര വണ്ടി ഉണ്ടാവും? ഒരു 10-60 വണ്ടി നമ്മുടെ 60 വണ്ടി ഉണ്ട്. നമ്മുടെ ബാക്കി നമുക്ക് രണ്ടാമത്തെ ഷോറൂമിൽ ഏകദേശം ഒരു 10-250 വണ്ടികളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 300-400 വണ്ടികളുള്ള ഒരു ഗ്യാരേജ് ആണ് വരുന്നത് അല്ലേ? അതെ. അപ്പൊ എന്റെ ഇപ്പം വീഡിയോ ഉള്ളത് ആരാ? അമലാണ് വീഡിയോ ഉള്ളത്. അപ്പൊ നമുക്ക് വണ്ടികൾ പരിചയപ്പെടാം. കുറച്ച് കാര്യങ്ങൾ വെക്കാറുണ്ട്. ഇപ്പൊ ഫിനാൻസ് ഒക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഫിനാൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഓൾ കേരള നമ്മൾ ചെയ്യുന്നുണ്ട്. കൊടുക്കാം. ഓണം പ്രമാണിച്ച് ഒരു ഓഫർ ഉണ്ട് ഞാൻ അറിഞ്ഞാൽ. അതായത് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാം. സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രം മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ. അതായത് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെറിയ രീതി കൊടുക്കാൻ പറ്റും. ഓണം ഓഫറാണ്. അപ്പൊ നമുക്ക് ഇന്ന് വില കുറഞ്ഞ വണ്ടി ഏതാണുള്ളത്? ഒരു 28 രൂപയ്ക്ക് നമുക്ക് യൂണിക്കോൺ ഇരിപ്പുണ്ട്. 28 യൂണിക്കോൺ ഉണ്ട്. അപ്പൊ പിന്നെ ഒരു തണ്ടർബേഡ് 14 വോൾട്ട് തണ്ടർബേഡ് നമ്മുടെ 65 രൂപയ്ക്ക് ഇരിപ്പുണ്ട്. അതൊക്കെ കാണിക്കാം. നമുക്ക് ആദ്യം തന്നെ MT തുടങ്ങിയാൽ ഇവിടെ ഒളിച്ചൊരു MT ഇരിക്കുന്നുണ്ട്. ഇത് 2024 മോഡലാണ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ 12,000 സിംഗിൾ ഓണർ ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1-2 മാക്സിമം അപ്പുറം പോകാറില്ല. അപ്പൊ ഈ വണ്ടിയുടെ വില എത്ര? ഈ വണ്ടിക്ക് നമ്മൾ വെക്കുന്ന വില വെറും 1,65 ആണ്. 1,65,000. അതെ. ഇതിന് എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഇതിനൊക്കെ ഒരു ഏകദേശം 30 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇറക്കി വിടാം. 30 ഡൗൺ പേയ്മെന്റ് ഈസി ആയിട്ട്. കൊണ്ട് നമുക്ക് ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഫിനാൻസ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് കൂടുതൽ ഇച്ചിരി ഡൗൺ പേയ്മെന്റ് കുറച്ച് ചെയ്യാൻ പറ്റും. ഒരു 10 രൂപ എന്നാലും ഒരു 10-15 രൂപ വരും. 20 രൂപ കൂട്ടിക്കും എന്തായാലും. 20 ഡൗൺ പേയ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ വണ്ടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്. വേറെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയിലെ കുട്ടപ്പനാക്കി നമ്മളെല്ലാം സെറ്റ് ആക്കിയാണ് നമ്മുടെ ഗ്യാരേജ് കൊടുക്കാറുള്ളൂ. പിന്നെ അതുകൊണ്ട് വിശ്വസിച്ച് വണ്ടി എടുക്കാം അല്ലെ? ഏകദേശം നമ്മൾ 10-15 വർഷത്തോളം അല്ലേ? 15 വർഷം ഈ ഫീൽഡിലുണ്ട്. നമുക്ക് കഴിഞ്ഞ അവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും നാളെ ഈ ഒരു സംരംഭത്തിലുള്ളവരാണ്. വിശ്വസിച്ച് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത യൂണിക്കോൺ ഇതാകുമ്പോൾ 23 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ വരുന്ന വണ്ടിയാണ്. ജസ്റ്റ് പ്രൈസ് വരുന്നത് ഒരു 1.5 വരും. 1,05,000 രൂപ. 1,05,000. 7,000 കിലോമീറ്റർ 7,014 കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുന്നുണ്ടോ? അടുത്ത വീണ്ടും യൂണിക്കോൺ. അതാകുമ്പോൾ 24 വണ്ടി. ഒരു 15,000 കിലോമീറ്റർ മാത്രമേ കിട്ടുള്ളൂ. ജസ്റ്റ് ഒരു 1.15 നമുക്ക് കൊടുക്കാൻ പറ്റും. വെറും 15,000 കിലോമീറ്റർ. 1,15,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. യൂണിക്കോൺ അത്യാവശ്യം ഉണ്ടല്ലോ. യൂണിക്കോൺ ഒരു ഇതാകുമ്പോൾ 25 ലേറ്റസ്റ്റ് മോഡലാണ്. വെറും 6,000 കിലോമീറ്റർ മാത്രമേ കിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡിജിറ്റൽ ഡിസ്പ്ലേ ആൻഡ് LED ലൈറ്റ് ഒക്കെ വരുന്ന മോഡലാണ്. എന്ത് വില വരും? ഇതാകുമ്പോൾ ഒരു 1,28 ആ റേഞ്ച് ഒക്കെ വരും. 1,28,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പൊ അതും ഏകദേശം ഒരു 20-25 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഏകദേശം ഡൗൺ പേയ്മെന്റ് മാക്സിമം കൂടുതലായിട്ട് ചെയ്യുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റും എല്ലാം കുറഞ്ഞ് നമുക്ക് അടവെല്ലാം അത്യാവശ്യം കുറച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതെ. അടുത്തത് NS അല്ലേ? NS 22 മോഡലാണ്. 24,000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ. റേറ്റ് വരുമ്പോൾ ഒരു 1.15 1.15. ഭരണ വിലയിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ആൾക്കാർ? പിന്നെ നോക്കാം. നമുക്ക് വണ്ടിക്ക് ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. 1.15 ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ടാവും. ഏകദേശം ഒരു 15-20 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഡോമിനോർ 400 250 ആണ്. 250. അതെ. 21 മോഡൽ. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 1.23 ആ റേഞ്ചിലൊക്കെ. 39,000 കിലോമീറ്റർ ആണ് വണ്ടിയുടെ ഓടിയിരിക്കുന്നത്. അപ്പോൾ അത്രയും കിലോമീറ്റർ ഓടിയെങ്കിലും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ടയർ എത്ര ഉണ്ട്? ഏകദേശം ടയർ ഏകദേശം 30% പ്ലസ് ഉണ്ട്. ഓടാളെ ടയർ ഉണ്ട്. പിന്നെ ഓടാളെ ടയറിലെ നമ്മളെല്ലാം മാറിയേ കൊടുക്കുള്ളൂ. ചില വണ്ടിയുടെ ഒക്കെ പുതിയ ടയർ ഇട്ടിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അത് കുറച്ച് ഡ്യൂക്കിലേക്ക് എത്തില്ല നമ്മള്. ഇതാകുമ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് തിരക്കുന്ന BS4 ഡ്യൂക്ക് 250 ആണ്. 17 മോഡല് ഒരു 140 റേഞ്ചിൽ നമ്മൾ ആസ്കിങ് ചെയ്യും. 1,40,000 രൂപ. 40-43 റേഞ്ച്. 30 രൂപ മതിയാവും ഡൗൺ പേയ്മെന്റ്. 30 രൂപ നമുക്ക് ചെയ്ത് നോക്കാം. 17 മോഡലായതുകൊണ്ട് തന്നെ ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം. ഓക്കെ.
അപ്പൊ ഇതാണെങ്കിൽ 25 മോഡൽ MT ലേറ്റസ്റ്റ് മോഡൽ, വെറും 14,000 കിലോമീറ്റർ വണ്ടിയാണ്. 175 നമുക്ക് കൊടുക്കാം. 1,75,000 രൂപയാണ്. ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈസി ആയിട്ട് ചെയ്യാം. V4 അല്ലേ അടുത്തത്? അതെ, അടുത്ത V4 ആണ്, മെറ്റാലിക് റെഡ്. ഓക്കെ, 24 മോഡൽ 15,000 കിലോമീറ്റർ മാത്രം, വെറും 15,000 കിലോമീറ്റർ മാത്രമേ കിട്ടുള്ളൂ. എന്താ വില കൊടുക്കാൻ പറ്റും? ഒരു 150 ആ റേഞ്ചിൽ നമുക്ക് സെറ്റ് ചെയ്യാം. 1,50,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഒരു 30 രൂപ 40 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് ഈസി ആയിട്ട് ചെയ്യാം. അത്യാവശ്യം ഫണ്ട് കയറുമല്ലോ. പിന്നെ അപ്പൊ 20,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് V4 നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാവാം. കണ്ടീഷൻ വണ്ടിയാണ്, കുഴപ്പമില്ല, കാര്യങ്ങളൊന്നുമില്ല. അത് എടുക്കാൻ സാധനം 2 ടൺ ഇരിക്കണ്ടല്ലോ. 2025 ലേറ്റസ്റ്റ് മോഡൽ വണ്ടി, വെറും 5,000 കിലോമീറ്റർ മാത്രമേ കിട്ടുള്ളൂ. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 185 വരും. 1,85,000 രൂപ 2 ടൺ ഇരിക്കുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കുറച്ചുണ്ടല്ലേ? സ്റ്റോക്ക് വണ്ടിയാണ്. സോറി, സ്റ്റോക്ക് വണ്ടിയാണ്. ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് എടുക്കുന്നു അതുപോലെ കൊണ്ടുപോകാം. ഷോറൂം വണ്ടിയാണ്. ടയറും കുഴപ്പമൊന്നുമില്ലല്ലേ? പക്ക 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 185 എന്ന് പറയുമ്പോൾ ഒരു 50 രൂപ ഏകദേശം വരാൻ സാധ്യതയുണ്ട് ഡൗൺ പേയ്മെന്റ്. ഏകദേശം ആ റേഞ്ചിൽ വരും. വരാൻ സാധ്യത 45 നമുക്ക് ചെയ്ത് നോക്കാം. 40-45 ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത RR ഇരിക്കുന്നുണ്ട് അല്ലേ? 22 മോഡലാണ്. 22 മോഡൽ, 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എന്താ 2,15 ആസ്കിംഗ് പ്രൈസ്. 2,15,000 2,15,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അതിനകത്ത് ഏകദേശം ആ ഒരു 50 രൂപ 60 രൂപ ഏകദേശം ഡൗൺ പേയ്മെന്റ് വരും. ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം. എന്നാലും നമ്മൾ പറയുമ്പോൾ ഒരു കൂട്ടി പറഞ്ഞു, വന്നു കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അതെ. അടുത്ത് വീണ്ടും RR ഇരിക്കുന്നുണ്ട് 3 ടൺ. ഇതാകുമ്പോൾ ലേറ്റസ്റ്റ് 2025 മോഡൽ, ജസ്റ്റ് 300 സംതിങ് കിലോമീറ്റർ മാത്രമേ ഓട്ടുള്ളൂ. 300 കിലോമീറ്റർ മാത്രമേ ഓട്ടുള്ളൂ വണ്ടി. പിന്നെ എന്തുകൊണ്ടെങ്കിലും കൊടുത്തു 300 കിലോമീറ്റർ വണ്ടി അറിയാൻ പാടില്ല. ലോ കിലോമീറ്റർ, പക്ക ലോ കിലോമീറ്റർ. 300 കിലോമീറ്റർ ആയിട്ട് നമുക്ക് എക്സ്ട്രാ ഒന്നും പറയാം. ഷോറൂമിൽ നിന്ന് എങ്ങനെ എടുക്കുന്നു ആ സെറ്റപ്പ് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ പക്ക. വില എത്ര നമുക്ക് വരാം? വില വരുന്നത് ഒരു 310 ആ റേഞ്ചിൽ വരും. 310. 1,10,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ചെറിയ ഡൗൺ പേയ്മെന്റ് ഒക്കെ വരുന്നുണ്ടോ? അടുത്ത ഡ്യൂക്ക് 250 ഇരിക്കുന്നുണ്ട്. ഏതാ മോഡൽ? ഇത് 23 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി, 24,000 കിലോമീറ്റർ. നമ്മൾ ആസ്കിംഗ് പ്രൈസ് പറയുമ്പോൾ ഒരു 198 വരും. 198. അതെ, 198 വരുന്നത്. ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. പിന്നെ ഈസി ആയിട്ട് ചെയ്യാം. അടുത്ത 2023 V3 അല്ലേ? അതെ, സിംഗിൾ ഓണർ, 12,000 കിലോമീറ്റർ അല്ലേ? 12,000 കിലോമീറ്റർ. ആസ്കിംഗ് പ്രൈസ് പറയുമ്പോൾ ഒരു 135 നമുക്ക് സെറ്റ് ചെയ്യാം. 1,35,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസിന്റെ ഡോക്യുമെന്റ് ആധാറും പാനും ജസ്റ്റ് സ്പോട്ട് അപ്രൂവൽ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആധാറും പാനും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വണ്ടി ഇറക്കി വീട്ടിൽ കൊണ്ടുപോകാം. പിന്നെ ഈസി ആയിട്ട്. അത്യാവശ്യം സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ ഒരു 700 ഉണ്ടെങ്കിൽ പേടിക്കണ്ട. 700 ഉണ്ടെങ്കിൽ നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാം. ഇച്ചിരി അതിൽ ഇപ്പോൾ 720 മേലുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇച്ചിരി കുറച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 750 മേലെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓഫർ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അടുത്ത FC ഏതാ മോഡൽ? FC ആകുമ്പോൾ 2024 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 110 വരും. 110. 1,10,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അതിനകത്ത് ഏകദേശം ഒരു 30 രൂപ ഈസി ആയിട്ട് ഇറക്കാം. പേയ്മെന്റിൽ വന്ന് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത് വീണ്ടും ഒരു NS ഇരിക്കുന്നുണ്ട്. NS ആകുമ്പോൾ 19 മോഡൽ. 33,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമ്മൾ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴേക്കും ഒരു 85 വരും. 85. അതെ, ഫിനാൻസ് കിട്ടുന്നതാണ്. പിന്നെ ഈസി. നമുക്കിപ്പോൾ 18 മുതലാണ് കേട്ടോ. 18 മുതലും ചെയ്യും. പിന്നെ 17 എന്നിട്ട് അവരുണ്ട്, ഫിനാൻസറുണ്ട്. അപ്പൊ ചെയ്ത് നോക്കിയാലേ നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റും. ഏകദേശം ഒരു 2017 മുതൽ നമ്മൾ ഫിനാൻസ് ചെയ്യുന്നതായിരിക്കും. അത് 2 മോൺസ്റ്റർ ആണോ? 2 മോൺസ്റ്റർ ആണ്. 2 ഏതാ മോഡൽ വരാം? ഇതാകുമ്പോൾ 24 മോഡല്, മറ്റേ വണ്ടി ആകുമ്പോൾ 21 മോഡല്. ഓക്കെ, 2 മോൺസ്റ്റർ കുട്ടങ്ങൾ. ജസ്റ്റ് 5,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഒരു 5,000 കിലോമീറ്ററോടെ ഈ മോൺസ്റ്ററിന്റെ വില എത്ര വരാം? 165 വരും. 165 വരും. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. രണ്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഏകദേശം ഒരു 23 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 23,000 വില. അതെ, 129 വരും. 129. മോഡൽ ഏതായിരുന്നു? 2022 മോഡൽ. 22. ഇത് 22, 24 അല്ലേ? 24. ഓക്കെ. അടുത്ത V3 ആണെങ്കിലോ? V3 ആണെങ്കിൽ 2019 മോഡൽ. 19 മോഡൽ. ജസ്റ്റ് ഒരു 42,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 92,000 വരും. 92,000 രൂപ. അതെ, അപ്പൊ ഈ 92,000 ആസ്കിംഗില് ഏകദേശം ഒരു എത്ര V3? V3 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 10 രൂപ ഈസി ആയിട്ട് ഇറക്കാം. അപ്പൊ 10,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ V3 സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അടുത്ത എക്സ്പ്രസുകൾ കുറച്ച് നിരന്നിരിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തെ എക്സ്പ്രസ് തന്നെ നമുക്ക് വില കുറവാണ് അല്ലേ? അതെ, ഇത് വളരെ വില കുറഞ്ഞൊരു വണ്ടിയാണ്. എത്ര വില വരുന്നത്? ഇതാകുമ്പോൾ ഏകദേശം ഒരു 94 ആ റേഞ്ച് വരുന്നുള്ളൂ. വെറും 94,000 രൂപ നമുക്കൊരു എക്സ്പൾസ് 2 കിട്ടുന്നതാണ്. 2021 മോഡല്. രണ്ട് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 32,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ടയർ കണ്ട, ടയറിന്റെ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ പുത്തൻ ഇട്ടിട്ടുള്ളൂ അല്ലേ? അല്ല, ടയർ നമ്മളിട്ട ടയർ. അപ്പൊ വേറെ ഒന്നും എക്സ്ട്രാ നമുക്ക് മാറ്റാനില്ല. വണ്ടി കൊണ്ടുപോകാൻ ഒന്നും നോക്കാനില്ല. വണ്ടി എടുക്കുക, ഓടിക്കുക. ഓക്കെ, ഈ എക്സ്പൾസ് ഏതാ മോഡല്? ഇതാകുമ്പോൾ 24 മോഡല്. 24 മോഡല് സിംഗിൾ ആണോ? പിന്നെ സിംഗിൾ ഓണർഷിപ്പ്. ഇതെല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇതാകുമ്പോൾ ഏകദേശം ഒരു 12-13 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 12,000-13,000 കിലോമീറ്റർ ആണ് ഓക്കെ ഓടിയിരിക്കുന്നത്. നമുക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും? ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 143 ആ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 1,43,000 രൂപ. എക്സ്പൾസിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് അല്ലേ? ഫണ്ട് കയറും അത്യാവശ്യം?
ഓ പിന്നെ ചില 30 രൂപയ്ക്ക് എന്തായാലും വേണ്ടി വരും. ഓക്കെ, അടുത്ത വീണ്ടും എക്സ്പെൽസ് 22 മോഡൽ 30,000 കിലോമീറ്റർ 1.18 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്, ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. നോക്കാം, നമുക്ക് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിട്ട് നോക്കാം, ചെയ്ത് കൊടുക്കണം. ഓണക്കല്ലേ. അടുത്ത വീണ്ടും എക്സ്പെൽസ് എല്ലാ കളേഴ്സും ഉണ്ടല്ലോ നമ്മുടെ എക്സ്പെൽസ് എല്ലാം ഇരിപ്പുണ്ട് നമ്മുടെ. അപ്പുറത്തും ഇരിക്കുന്നുണ്ട്, അപ്പുറത്തെ ഷോപ്പിൽ. സ്കൂട്ടേഴ്സിന്റെ കേസ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് സ്കൂട്ടേഴ്സ് നമുക്ക് ഈ ഷോപ്പിൽ ഇല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ഷോപ്പിലുണ്ട്. അവിടെ ഒരു ഫ്ലോർ നിറയെ സ്കൂട്ടേഴ്സ് ആണ്. എല്ലാ കാറ്റഗറി സ്കൂട്ടേഴ്സ് ഉണ്ട്. ഞാൻ അവിടെ പോയിട്ട് അതിന്റെ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ വിളിച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എൻഡോർക്ക്, ഫാസിനോ അങ്ങനെ എല്ലാ വണ്ടിയും ഓൾമോസ്റ്റ് എല്ലാ മോഡലും ഉണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ 10-70 80 സ്കൂട്ടേഴ്സ് മാത്രം ഒരു നിര ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ബൈക്ക് മാത്രം വെക്കണോണ്ടാണ് ഇല്ലാത്തത്. അതുകൊണ്ട് വീഡിയോ കാണുന്നവർ സ്കൂട്ടേഴ്സ് ഇല്ലാന്ന് കമന്റ് ഇട്ടിട്ട് വിഷമിക്കണ്ട. നമ്മുടെ വണ്ടി ഉണ്ട് അല്ലേ, ഒക്കെ ഉണ്ട് നമ്മുടെ. അപ്പൊ ഇതാണെങ്കിലാ 2024 മോഡല് ജസ്റ്റ് 9,000 കിലോമീറ്റർ മാത്രമേ ഇട്ടുള്ളൂ. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ സേഫ്റ്റി ആയിരിക്കും വണ്ടി. 1.49 നമ്മുടെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ക്രാഷ് കാർഡൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ പെടൂല. അപ്പൊ നേരെ വണ്ടി എടുക്കാൻ കുറച്ച് സ്ഥലത്തൊക്കെ ഓടി കുഴപ്പമില്ല, മലമുകളിലൊക്കെ കയറി ഒരു കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് ഇതേതാ? V4 അത് V4 അതായത് സ്പെഷ്യൽ എഡിഷൻ വല്ലതാണോ? ഇത് ആനിവേഴ്സറി എഡിഷൻ ആണ്. ആനിവേഴ്സറി എഡിഷൻ ആണ്. വേൾഡ് ഓഫ് 60th ആനിവേഴ്സറി അല്ലേ? അതെ, 2023 വണ്ടിയാണ്. 23 മോഡലാണ്. എത്ര ഓടിയിട്ടുണ്ടാവും? ഏകദേശം ഒരു 20 ആ ഒരു റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. 20,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആയിരിക്കുന്നു. അതെ, എത്ര നമുക്ക് കൊടുക്കാൻ പറ്റും വിലക്ക്? ആസ്കിംഗ് പ്രൈസ് ഒരു 138-40 ആ റേഞ്ചിൽ കൊടുക്കാം നമുക്ക്. 30 കൊടുക്കാൻ കണ്ട്. 30 കൊടുത്താൽ നോക്കാം. 140 ആണ് പറയുന്നത്. ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഉണ്ടാവും. വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ള അപ്പൊ റേറ്റ് നമുക്ക് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ. പിന്നെ വണ്ടി കുറച്ച് സെറ്റപ്പ് ആക്കാനൊക്കെ ഉണ്ടെന്നുള്ളേ കുറച്ച് ഞാനുണ്ട്. അടുത്ത HF Deluxe ഏതാ മോഡൽ? HF Deluxe ആകുമ്പോൾ 23 മോഡലാണ്. 17,000 കിലോമീറ്റർ മാത്രമേ ഇട്ടുള്ളൂ. നമ്മൾ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 65 രൂപ വരും. 65,000 രൂപ പക്കാ വണ്ടി കേട്ടോ. അത്യാവശ്യം മൈലേജ് വണ്ടി നോക്കുന്നവരൊക്കെ ഏകദേശം ഒരു 60, 65, 70 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അല്ലേ? ജസ്റ്റ് ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 10,000 ഡൗൺ പേയ്മെന്റ് മൈലേജ് ഉണ്ട് എന്നാണ്. ഇപ്പൊ ഈ വണ്ടിയിൽ നമുക്ക് കുറഞ്ഞ വണ്ടി എന്നുള്ളത് യൂണിക്കോൺ 20 ഇതാകുമ്പോ 12 മോഡൽ 2012 വില വരുമ്പോഴേക്ക് 28 രൂപ. 28,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 2012 മോഡൽ യൂണിക്കോൺ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. എഞ്ചിൻ സൈഡും ബോഡി കോളിലേക്ക് പക്കയാണ്. ഓടിച്ചു നോക്കി ഹാപ്പിയാണ്. അപ്പൊ തന്നെ എടുത്തിട്ട് പോകും. അവൈലബിൾ അല്ല. റെഡി ക്യാഷ് 22,000 രൂപ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മൈലേജ് ഉള്ള വണ്ടിയായിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അടുത്ത N160 അത്യാവശ്യം മൈലേജ് ഉള്ള അടുത്ത വണ്ടി. അതെ, ഇതാകുമ്പോ 2023 വണ്ടിയാണ്. ഒരു 2024 വണ്ടി. 24 മോഡൽ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? വണ്ടി കുറച്ച് 20 കിലോമീറ്റർ ആ റേഞ്ചിലേക്ക് ഓടിയിട്ടുള്ളൂ. വണ്ടി 20,000 കിലോമീറ്റർ 20 റേഞ്ചിലേക്ക് ഓടിയിട്ടുള്ളൂ. ഓക്കെ, വരുമ്പോൾ 120 വരും. 1,20,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും. ഈ വണ്ടി സ്പെഷ്യൽ റേറ്റ് വല്ലതും ആണോ? ഇത് നമ്മളൊരു ഓണമായിട്ട് ഇട്ടേക്കുന്ന റേറ്റ് ആണ്. 2014 തണ്ടർബേർഡ് ആണ് നമ്മൾ ഇട്ടേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 65 രൂപയുള്ളൂ. പക്ക എഞ്ചിൻ സൈഡ്. നിങ്ങൾക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഹാപ്പി ആവും. വെറും 65 അല്ലേ? 65 രൂപ. അപ്പൊ വെറും 65,000 റെഡി ക്യാഷ് അല്ലേ? പിന്നെ റെഡി ക്യാഷ് 2014 തണ്ടർബേർഡ് നമുക്ക് ഉണ്ടാകാൻ പറ്റുന്നതാണ്. 2014 49,000 കിലോമീറ്റർ 65,000. ഓണർഷിപ്പ് ഏതാ കിടക്കണം? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ എറണാകുളം വണ്ടി തന്നെയാണ്. KL07 CB ആണ്. വിശ്വസിച്ചെടുക്കാം. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും പണിയുള്ള വണ്ടി ഒന്നും എടുക്കുന്നല്ലോ. നമ്മൾ പണിയുള്ള വണ്ടി ഒന്നും എടുക്കാറില്ല. വണ്ടി എടുക്കാൻ നേരത്തെ നമ്മൾ എന്തൊക്കെ നോക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? പിന്നെ പറയാലോ. നീ നോക്കാറുണ്ടോ? നമ്മൾ നോക്കാറുണ്ട്. മെക്കാനിക് ഉണ്ട്. നമ്മൾക്കിവിടെ മെക്കാനിക്കിനെ കാണിച്ച് എഞ്ചിൻ സൈഡ് ബോഡി ക്വാളിറ്റി എല്ലാം ഓക്കെ ആണെന്ന് നോക്കിയിട്ട് മാത്രം. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു വണ്ടി വന്നു വിചാരിക്കാം. വണ്ടി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് നോക്കും? മെയിനായിട്ട് നമ്മൾ എഞ്ചിനാണ് നോക്കുന്നത്. എഞ്ചിൻ സൈഡ് ഓക്കെ ആണെങ്കിൽ തന്നെ ബാക്കി വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഹിസ്റ്ററി നോക്കാറുണ്ടോ? പിന്നെ ഹിസ്റ്ററി നോക്കാറുണ്ട്. അത്യാവശ്യം കൂടിയ വണ്ടികളൊക്കെ നമ്മൾ ഹിസ്റ്ററി നോക്കി ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാറുണ്ട്. അപ്പോൾ അറിയാലോ അപ്പുറത്ത് പ്രീമിയം ബൈക്സ്. അപ്പുറത്ത് നമ്മുടെ പ്രീമിയം ബൈക്സ് ഉണ്ട്. ഇഷ്ടംപോലെ പ്രീമിയം ബൈക്സ്. BMW ഇരിക്കുന്നുണ്ട്. വേറെ ആർക്കുണ്ട്? പിന്നെ റോയൽ എൻഫീൽഡിന്റെ അത്യാവശ്യം കളക്ഷൻസ് അവിടെ നല്ല കളക്ഷൻ ഇരിപ്പുണ്ട്. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. പിന്നെ വേറെ ആയിട്ടുള്ള ക്ലാസിക് 650 ഒക്കെ ഹാർലി ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഹാർലി ഇരിപ്പുണ്ട്. ക്ലാസിക് ഇരിക്കുന്നുണ്ട്. BM ഇരിപ്പുണ്ട്. പിന്നെ അത്യാവശ്യം വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ എഞ്ചിൻ സൈഡ് നോക്കും, ടയർ നോക്കും, ബോഡി ക്വാളിറ്റി നോക്കും, ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടോ നോക്കും. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുത്ത് നോക്കും. എന്തെങ്കിലും വള്ളികളുണ്ടോ നോക്കും, റീപെയിന്റ് ഉണ്ടോ നോക്കും, എല്ലാം നോക്കണം. പക്കയായിട്ട് നോക്കാം. നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന വണ്ടിയല്ലേ. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ മാന്യമായ വില വന്നിട്ട് നമ്മൾ വണ്ടി വാങ്ങുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം മാർക്കറ്റ് റേറ്റ് ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും. ഇപ്പൊ എക്സ്ചേഞ്ച് ചെയ്യാനല്ല വിൽക്കാനാണെങ്കിലും സമീപിക്കാം. എന്താ വെച്ചാൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ. അപ്പൊ എല്ലാ പരിപാടി ഉണ്ട്. ഓൾക്കാരുടെ ഫിനാൻസ്, പർച്ചേസ്, ഇപ്പൊ ഡെലിവറി നമ്മൾ എങ്ങനെ ഉണ്ടോ? അടുത്ത പോലും കൊടുക്കാൻ പറ്റും? കൊടുക്കാം. അതൊന്നും സീനില്ല. എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി ചെയ്യാം. വണ്ടി വന്ന് കണ്ട് എങ്ങനെയായാലും നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഓടിച്ചതിന് ശേഷം വണ്ടി വേണമെങ്കിൽ കൊണ്ടുവന്ന് തരാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വന്ന് കണ്ട് ഇഷ്ടപ്പെടണം. നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞാലും
നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് വണ്ടി നിങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിപ്പിച്ചെടുക്കാം, അതൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ ടോളിലാണ്, നമ്മുടെ മാരോട്ടിച്ചോടാണ്. ഈ വഴി പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ കറക്റ്റ് ഗൂഗിൾ മാപ്പിൽ ചേച്ചി എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോ അമലാണ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടായത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു ബൈ കൊടുത്തേക്ക്. ഓക്കെ, ബൈ.